അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ ഗവർണർ കേരളത്തിന് നാണക്കേട് എന്നാണ് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചത്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇക്കാര്യത്തിൽ ആ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനി താങ്കൾ പറയുന്ന പോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വമനസ്സാലെ അവരുടെ താല്പര്യത്തിന് അധ്യാപകരെ ബഹുമാനിക്കുന്നത് ഇങ്ങനെ കാല് കഴുകലാണ് എന്ന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു. അവർ പഠിപ്പിച്ച അധ്യാപകരൊന്നുമല്ല, നേരത്തെ റിട്ടയർ ആയ കുറേ അധ്യാപകരെ നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ആത്മബന്ധവുമില്ല. ഒരു ചടങ്ങിൽ ആ കാര്യത്തിൽ ഭാഗമാകേണ്ടി വരുന്നു. അങ്ങനെ ഭാഗമാവുന്നവർ മുഴുവനും പേരും സുമാൻസാലയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലാത്ത കേസുകളും ഉണ്ടെങ്കിലോ? സ്മൃതിഭായ്, ഇപ്പോൾ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, അതുപോലെ തന്നെ ഒരധ്യാപകൻ, മറ്റൊരു വ്യക്തിയും സ്മൃതിയും അടക്കമുള്ള 4 സംഘത്തിനോടാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് എന്നോടൊരു നീതി കാണിക്കണം. അവർ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പൊതു മറുപടി പറഞ്ഞതിന് ശേഷം സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നോക്കൂ, നമ്മൾ ഈ ഇപ്പോൾ ഒരു ബഹുമാനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു, അതേ പേരെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിയാക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലാണ് സാർ, ഇന്നത്തെ ശരി പ്രേമ മാഷ് പറഞ്ഞു. മാഷെ, ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ മാഷെ, ഞാൻ ഇന്നത്തെ കാലഘട്ടം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അധ്യാപകർക്ക് കുഴിമാടം കുത്തുന്നതാണോ? പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുന്നതാണോ? മാഷ്മാരുടെ കൈ വെട്ടുന്നതാണോ? പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണോ? എനിക്ക് മനസ്സിലായില്ല. അങ്ങ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ശൈലികൾ അതുമുണ്ട് എന്ന് അങ്ങോട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വിഷയം, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മനസ്സാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ മനസ്സാണ് ആ മൂല്യം നിശ്ചയിക്കുന്നത്. നോക്കൂ, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുന്നത് എന്താണ്? അത് എളിമയുടെ പ്രതീകമാണ്, വിനയത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങളെക്കാൾ വലുതല്ല ഞാൻ എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളത് കാണുന്നത്, അല്ലേ? അത് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾ ചർച്ച ചെയ്യും യേശു ക്രിസ്തു ചെയ്യുന്നത് തെറ്റാണെന്ന്. അങ്ങനെയല്ല അതിനെടുക്കേണ്ടത് എളിമയുടെയും വിനയത്തിൻ്റെയും നിങ്ങളെക്കാൾ വലുതല്ല ഞാൻ എന്ന ബോധ്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് യേശു ക്രിസ്തു കാല് കഴുകുന്നത് എന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു കാൽപാദങ്ങൾ കഴുകുക. കാൽപാദങ്ങൾ ശരീരത്തിൻ്റെ അപ്രധാനവും വൃത്തിഹീനവുമായിട്ടൊരു സംഭവമാണ് കാലുകൾ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. നോക്കൂ, ജ്ഞാനാന്വേഷണവും യാത്രയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ശ്രീസ്മൃതി, നമ്മൾ സരസ്വതി എന്ന് പറയുമ്പോഴേക്കും ഹിന്ദു ദൈവം എന്ന് പറഞ്ഞ് ഓളിയിടില്ലേ നിങ്ങൾ? അങ്ങനെയല്ല. സരസ്വതി എന്ന് പറയപ്പെടുന്നതിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് സഞ്ചാരം എന്നൊരർത്ഥമുണ്ട്, 2 ജ്ഞാനാന്വേഷണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ സഞ്ചാരവും യാത്രയും ജ്ഞാനാന്വേഷണവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ പി. കുഞ്ഞിരാമൻ നായർ, അദ്ദേഹം എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കൂ, ആ കൈ എൻ്റെ നെറിയിൽ വെച്ചു, അനുഗ്രഹിച്ചു എന്ന് പറയും. അദ്ദേഹം അങ്ങനെയാണ് കാണുക. അതൊരു നല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. അദ്ദേഹം അതിനെ ബഹുമാനിച്ചിരുന്നു. അത് ദാസ്യപ്പണിയായിട്ടും അതൊരു സേവയായിട്ടും കാണുന്നിടത്താണ് നമ്മുടെ പ്രശ്നമുണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ റഫീഖ് അഹമ്മദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലതുകാലും ഇടതുകാലുമുള്ള നമ്മൾ കുറേ കാലമായില്ലേ ശരീരത്തിൻ്റെ സമ്മതമില്ലാതെ വലതുകാലം ഇടത്തോട്ട് പോയില്ലല്ലോ, ഇടത്തുകാലം വലത്തോട്ടും പോയില്ലോ. അപ്പോൾ ഞാൻ കുറേ കാലം വലതുകാലം തീരുമാനിക്കുകയാണ്, കുറേ ഞാൻ വലത് ഭാഗത്തിരുന്നില്ല, ഇനി ഞാൻ എന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നോട്ടെ എന്ന് തീരുമാനിച്ച് നമ്മൾ കെട്ടിമറിഞ്ഞ് വീഴൂലേ. അപ്പം നമ്മളതിൻ്റെ ഒരു അപ്രധാനമായ ഭാഗമാണ്, അതൊരു മോശമായ ഭാഗമാണ് എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റുന്നതും നല്ലതാണ്. അത് യാത്രയും ജ്ഞാനവും അന്വേഷണവും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട്. അതൊരു വലിയ ദുർഘടം നിറഞ്ഞ ഒരു ജ്ഞാനാന്വേഷണ യാത്രയുടെ ഏറ്റവും പ്രധാനമാണ് പാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഞാൻ എൻ്റെ കൾച്ചറും സംസ്കാരവും നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിശദീകരണം പറഞ്ഞതാണ്. ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തെ കാണുന്ന ശൈലിയാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയും. നോക്കൂ, ചുംബനം പച്ചയായിട്ട് നമ്മൾ ചുംബിക്കുന്നു. അപ്പോൾ അമ്മയെ ചുംബിക്കുന്നു, കാമുകിയെ ചുംബിക്കുന്നു, ഭാര്യയെ ചുംബിക്കുന്നു, മകളെ ചുംബിക്കുന്നു, പെങ്ങളെ ചുംബിക്കുന്നു. അവിടെ ആ ചുംബിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെയും അത് കാണുന്ന വ്യക്തിയുടെയും ചിന്തയും മനസ്സും അല്ലെങ്കിൽ അവരെടുക്കുന്ന രീതിയുമാണ് അവിടെ യഥാർത്ഥം എന്ന് പറയപ്പെടുന്നത്. ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. അപ്പോൾ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണേണ്ട കാര്യമില്ല. ഏതൊരു കാര്യത്തെയും വിവാദമാക്കാൻ കാണിക്കുന്ന തിടുക്കം തന്നെ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകെയുള്ള ചരിത്രവും ഇത് പഴഞ്ചനാണ് എന്നുള്ളത് കൊണ്ട് അതാണ് വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്, കാൽപാദം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ യാത്ര കാല് മോശമാണ്, അപ്രധാനമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിരാട് പുരുഷ സങ്കല്പത്തിൽ കാലാണ്, കാലിൽ ജനിച്ചവരാണ് ഏറ്റവും മോശക്കാര്. ആ വിരാട് പുരുഷ സങ്കല്പത്തിലെ ഉല്ലാസ് ബാബു ഇടപെടുകട്ടോ. ആ വിരാട് കുഞ്ഞിക്കണ്ണൻ സാർ, അങ്ങയുടെ നവോത്ഥാന
അങ്ങയുടെ നവോത്ഥാന കുട്ടികൾ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം അങ്ങ് പ്രവർത്തിച്ചിട്ട് എന്താണ് സാർ അങ്ങ് നേടിക്കൊടുത്തത്? ഗുരുക്കന്മാരുടെ കസാര കത്തിക്കലും, ഗുരുക്കന്മാർക്ക് കുഴിമാടം സൃഷ്ടിക്കലും, ഗുരുക്കന്മാരെ കേട്ടുകിട്ട് അടിക്കാൻ നോക്കിയതും, ഗുരുക്കന്മാരെ വാതിലടച്ച് ഭീഷണിപ്പെടുത്തിയതും ഒക്കെയല്ലേ അങ്ങയുടെ കണ്ണൂരിലെ ജയകൃഷ്ണൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം, അറിവ് അല്ലാന്ന് ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണൻ സാറിൻ്റെ നവോത്ഥാനം കണ്ട വിദ്യാർത്ഥികൾ, കെ ടി കുഞ്ഞിക്കണ്ണൻ സാറിൻ്റെ പാർട്ടിയിലുള്ള ചെറിയ വിദ്യാർത്ഥികൾ ചെയ്ത പ്രവർത്തികൾ അങ്ങനെ ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഉല്ലാസ്ബാബു പറഞ്ഞിട്ടില്ല മറുപടി. ആ വിരാട് പുരുഷ സങ്കല്പം ജനിച്ചവരാണ് ഏറ്റവും മോശക്കാര്. പറയൂ. ശൂദ്രർ അവരാണ് നീചജന്മം. അല്ല, പാദങ്ങൾ ജനിച്ചവരാണല്ലോ ഉല്ലാസ്ബാബു. നിങ്ങൾ ഈ കുറെ അവരാണല്ലോ ശൂദ്രർ. നിങ്ങൾ ഈ ശ്രമിച്ച ആ സംസ്കാരം ഒന്ന് ക്ഷമിക്കുക ചേട്ടാ, ഒന്ന് പറയട്ടെന്ന്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കുറേ കാലമായിട്ടില്ല ഈ ആചാരങ്ങൾക്കെതിരെ, സംസ്കാരങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നോക്കൂ, ഓരോ കാര്യത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ഹൈന്ദവതയാക്കി നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മതം, ജാതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണക്ട് ചെയ്ത്, ഇപ്പോൾ സരസ്വതി എന്ന നേരത്തെ പറഞ്ഞില്ല, സഞ്ചാരി എന്ന അർത്ഥമുണ്ട്, സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷകം എന്ന കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിന് നിങ്ങൾ ഹിന്ദു ദേവതയായിട്ട് കാണുമ്പോഴാണ് നഗ്നചിത്രം വരയ്ക്കാൻ നിങ്ങളുടെ തലതെറിച്ച പിള്ളേർക്ക് തോന്നുന്നത്. അവിടെയാണ് നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തികളുടെ മാറ്റം. നമ്മളൊരു മനസ്സ് എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത്, നിങ്ങളിതിനെ ദാസ്യപ്പേലയായിട്ടും സേവയായിട്ടും കാണുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ഞാനിതിനെ കാണുന്നത് ബഹുമാനിക്കുന്ന ജ്ഞാനത്തെ അറിയാൻ യാത്ര ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് പാദങ്ങൾക്കാണ്. പാദവും യാത്രയും ജ്ഞാനാന്വേഷണവും തമ്മിൽ അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കുന്നത് എളിമയുടെയും വിനയത്തിൻ്റെയും എനിക്ക് മേലല്ല നീ എന്ന ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ പാദങ്ങൾ കഴുകാറുണ്ട്. അതൊക്കെ പലതരം ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദിയുടെ ഉദാഹരണം പറഞ്ഞതും ഞാൻ നിനക്ക് മേലെയല്ലെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. VS അച്യുതാനന്ദൻ്റെ കാല് ഇതേ ശിവൻകുട്ടി വലത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് സ്ത്രീകൾ ആ ഒരു പരിപാടിക്ക് കഴുകിയതും ഇതേ സംസ്കാരത്തിൻ്റെയും ഇതേ ശൈലിയുടെയും അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഞാൻ അയച്ചുതരാം. അതേ അതിന് മറുപടി ആ പടഞ്ഞ വേണമെങ്കിൽ അയച്ചുതരാന്ന്, അതിലൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ കാണുക കുഞ്ഞിക്കണ്ണന്മാരുടെ കുഞ്ഞിക്കണ്ണന്മാരുടെ മനസ്സിന്റെ പ്രശ്നമായിട്ടുള്ള അവരെല്ലാം കാണുന്നത് കുഞ്ഞിക്കണ്ണന്മാരുടെ മനസ്സ്, അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെയും പ്രശ്നമാണ്. അവരെന്ത് കണ്ടാലും അവരെന്ത് കണ്ടാലും അവരുടെ ചിന്താഗതിക്ക് അനുസൃതമായി അവർ തോന്നുള്ളൂ. അത് എന്റെ കുറ്റല്ല, അത് അദ്ദേഹത്തിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ശരി, ആ ചിന്താഗതി ബാക്കിയുള്ളവരുടെ ചിന്താഗതിയും അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ കാലത്തെ ചിന്താഗതിയുമായി നിങ്ങൾ ഒത്തുപോകുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ച തന്നെ. തിരിച്ചെത്താം ഇവിടെ വിളക്കി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.